ദുലയുടെ ബന്ധുവായ ശ്രീ സുഗുവുമായാണ്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സുഗു, ഇവിടെ നാട്ടിൽ വെച്ച് സമാനമായ രീതിയിൽ പീഡിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിച്ചപ്പോൾ പരാതിയൊക്കെ നൽകിയതല്ലേ? ആ പരാതി ഒത്തുതീർപ്പായത് എങ്ങനെയാണ്? 2021 വലിയ പ്രശ്നമായിരുന്നു അവരുടെ വീട്ടിൽ. അന്നേരം അവർ നാട്ടുകാരെ ആരെയും അറിയിപ്പിക്കാതെ വേണ്ട മോളല്ലയോ അന്നേരം ഒന്നും വേണ്ട എന്നുള്ള രീതി അവരത് ഒരു കേസ് കൊടുത്ത് അത് ഒത്തുതീർപ്പാക്കി വിട്ടതാണ്. വീണ്ടും അവൻ മദ്യപാനം തുടങ്ങി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്തപ്പം മാനസികമായിട്ട് ആ കുട്ടിയും ഗൾഫിലെ പീഡനങ്ങളൊന്നും പറയാതെ എല്ലാ കൂട്ടുകാരുടെ മുമ്പിൽ വരെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഈ കേസ് അതുപോലെ തന്നെ ഒത്തുതീർപ്പാക്കിയതാണല്ലേ? തീർത്തെന്ന് വെച്ചാൽ എത്രയായാലും മോളല്ലേ അന്നേരം അവരെ അച്ഛനും അമ്മയൊക്കെ ഇതിനകത്ത് ഒരുപാട് ഒഴിവാക്കാൻ നോക്കി. വീണ്ടും കുട്ടി വീണ്ടും ഇങ്ങനെ പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ അമ്മയ്ക്കും അനിയത്തിക്കുമാണ് അയച്ചു കൊടുത്തേക്കുന്നത്. ശ്രീ സുഗു, അനുജത്തി ഷാർജയിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് ആ, പോകാമായിരുന്നു. അത് പോകാമായിരുന്നു. അതിന് പോലും അനിയത്തി അതുല്യ അങ്ങനെ വലിയ തുനിഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നുള്ളതിൽ ഒരു വ്യക്തത വരുന്നില്ലല്ലോ. നടന്നത് നമ്മുടെ 100% എന്ന് വെച്ചാൽ ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ഒരിക്കലും മുന്നോട്ട് വരത്തില്ല. ഇത് ഈ പറയുന്ന സതീഷ് എന്ന് പറയുന്നവൻ തന്നെ ഈ കുട്ടിയെ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്തതായിരിക്കും. എന്തായാലും അവിടുത്തെ നമ്മുടെ നഗരത്തിൻ്റെ ഒരു ജോൺ ബിനോ എന്ന് പറയുന്ന കക്ഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഷാർജയിലെ. പുള്ളി അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പിന്നെ അറിയാം. ഓക്കെ. ഓക്കെ, വളരെ നന്ദി ശ്രീ സുഗു പ്രതികരിച്ചതിന്.